ഹായ്. ഇപ്പോൾ തൊടിയൂർ പഞ്ചായത്തിലെ ഒരു കർഷകരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് കൃഷിയായിട്ടും ചെയ്യുന്നുണ്ട്, ചേച്ചി തന്നെയും ചെയ്യുന്നുണ്ട്. അപ്പം ചേച്ചി തന്നെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പം JLG ഗ്രൂപ്പിൻ്റെ അംഗവുമാണ്, അല്ലാതെ സ്വന്തമായിട്ടും ചെയ്യുന്നുണ്ട്. കൃഷിയുണ്ട്, പൂക്കൃഷിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചേച്ചി എന്നൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ശാരദ. ചേച്ചിയുടെ പേര് ശാരദ എന്നാണ്. അപ്പം ഇത് ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചേച്ചി ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോകുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു വയൽ ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരുപാട് തരം പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. മക്കൾ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പുറത്തൊക്കെ പോയിരിക്കുമ്പോൾ മിക്കവാറും വീട്ടമ്മമാർ വീടുകളിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അതേപോലെ ഒറ്റയ്ക്കായി പോയൊരു ചേച്ചിയാണ് ഈ ചേച്ചിയെ. അപ്പോഴാ ഒരു സമയം ചേച്ചി കൂടുതൽ സമയം വിനിയോഗിക്കുന്നത് കൃഷിക്കകത്താണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുവാണെങ്കിൽ ഒരുപാട് കൃഷികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേച്ചി ഈ കൃഷി ചെയ്തിരിക്കുന്നത് ചേച്ചിയുടെ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു വയലിലാണ്. അപ്പോൾ ഒരു രസമാണ് അവിടെയൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ പന്തലുകളൊക്കെ തന്നെയാണ് ഈ പന്തലുകളൊക്കെ ഇട്ടിരിക്കുന്നത്. ചെറിയ പന്തലുകളൊക്കെ ഒതുക്കി അതിനകത്തും വിത്തും തൈകളൊക്കെ നട്ടു കൊടുത്ത് ഇതാ പടവലവും പാവലും പയറും വഴുതനയും തക്കാളിയൊക്കെ ഇങ്ങനെ അവിടെ നിറഞ്ഞ് പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുവിധം വിളവെടുപ്പ് കഴിയാറായി കേട്ടോ. നേരത്തെ മുതൽ വിളവെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം വിളവെടുപ്പ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വയലായതുകൊണ്ട് തന്നെ ഇനി മഴ സമയത്ത് ഇവിടെ കൃഷി പ്രയാസമായിരിക്കും. മഴയാകുമ്പോൾ ഇവിടെ വെള്ളം കയറും. അപ്പോൾ ഉണക്ക് സമയത്താണ് ചേച്ചി ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് പിടിച്ച് നിൽപ്പുണ്ട്. പാവലുണ്ട്, അതേപോലെ വള്ളിപ്പയർ, ചുവപ്പ് വള്ളിപ്പയറും പച്ച വള്ളിപ്പയറും വെള്ള വള്ളിപ്പയറും ഒക്കെ ഇങ്ങനെ അവിടെ നിറച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ രസമാണ് ഇവിടെ, നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പം തന്നെ ചേച്ചിക്ക് കുറേ സമയം പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ ചേച്ചി ഇവിടെ വെള്ളം ഒഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിളവെടുത്ത് പഞ്ചായത്തിൽ വിൽപ്പനയ്ക്ക് വെക്കാറുണ്ട്. പഞ്ചായത്തിലെന്നും ആഴ്ചച്ചന്തയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊടിയൂർ പഞ്ചായത്തിലെ ഒരു ആഴ്ചച്ചന്തയിൽ അപ്പം ചൊവ്വാഴ്ച ഒരു വിപണിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ JLG ഗ്രൂപ്പിൻ്റെ വിപണിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുടുംബശ്രീയുടെ JLG ഗ്രൂപ്പിൻ്റെ വിപണിയാണ്. അപ്പോൾ അവിടെ അതാത് ഏരിയയിലുള്ള കർഷകർക്കൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വീട്ടിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വിറ്റഴിക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ കൃഷി ചെയ്യുമ്പോഴും ഞാൻ അതേപോലെ ചൊവ്വാഴ്ച ചന്തകളിലൊക്കെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവെക്കാറുണ്ട്. അപ്പോൾ അവിടെ മാന്യമായിട്ടുള്ള വിലയും ലഭിക്കാറുണ്ട്. അപ്പം ചേച്ചിയും എല്ലാ ആഴ്ചയിലും വിപണിയിൽ കൊണ്ടുവന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിപണിയിൽ കൊണ്ടുവന്ന് ഈ പച്ചക്കറികൾ വിൽപ്പനയ്ക്ക് വെക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിലയും കിട്ടാറുണ്ട്. അപ്പോൾ കർഷകർക്ക് വലിയ കുഴപ്പമില്ലാത്ത വിലയൊക്കെ പഞ്ചായത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ ഒക്കെ നമുക്കുള്ള വീട്ടിലുണ്ടാവുന്ന നിത്യവഴുതനങ്ങ ഇതേപോലുള്ള പച്ചക്കറികളെല്ലാം അതെല്ലാം നമുക്ക് കൊണ്ടുവെക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിപണികൾ പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ ഇതേപോലെയുള്ള ചെറുകിട കർഷകർക്ക് വളരെ വലിയ കാര്യമായിരിക്കും. കാരണം ഇടനിലക്കാരില്ലാതെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില ലഭിക്കാറുണ്ട്. അതേപോലെ തന്നെ വിറ്റഴിയാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഞ്ചായത്തിൽ വിപണി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വന്ന് വാങ്ങുന്നവർ അഥവാ പഞ്ചായത്തിൽ കൊണ്ട് വെക്കാത്ത സമയത്ത് നമ്മളെ വിളിച്ച് ചോദിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഞാനിവിടെ വന്നപ്പം തന്നെ ചേച്ചിക്ക് കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണിപ്പം ഇത് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ കുറച്ച് നല്ല പടവലങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം വലുതും ചെറുതായിട്ടുള്ള ടൈപ്പ് ബേബി പടവലോ നീളമുള്ള പടവലോ ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിനുള്ളത് മാത്രം വിളവെടുത്ത്, പയറൊക്കെ ആണെങ്കിൽ ദിവസവും വിളവെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിർത്തിയേക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ വിളവെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അതും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കൃഷി ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോഴായിരിക്കും ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വയലിലെ കൃഷി മാത്രമല്ല, വീട്ടിലും നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ 4 വശവും കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഴികളെയൊക്കെ വളർത്തുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ചെടികളൊക്കെ ചേച്ചിയുടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ആവശ്യക്കാർക്ക് വേണ്ടി എടുത്തു വെക്കുമ്പോഴത്തേക്ക് അവരെല്ലാം വന്ന് വാങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തുള്ളവർ തന്നെ വന്ന് വാങ്ങിക്കോളും, വലിയ വിപണനത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചേച്ചിയുടെ മുകളിലത്തെ ടെറസിൻ്റെ മുകളിലത്തെ കൃഷി കാണാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അവിടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നിറഞ്ഞതാണ്, പൂത്ത് നിൽപ്പുണ്ട്. ഇപ്പം 2-3 സ്ഥലത്തായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നിറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ നല്ല മധുരമായിരുന്നു, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടേസ്റ്റേ അല്ലെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ കുറച്ച് കോവൽ നല്ല നീളമുള്ള കോവലുണ്ട് കേട്ടോ. കോവലൊക്കെ അതുകൊണ്ട് നിറച്ചിങ്ങനെ കായ്ച്ച് നിൽപ്പുണ്ട്. അതും കുറച്ച് വിളവെടുക്കാനുണ്ട്. അത് പക്ഷേ വിളവെടുത്തിട്ടില്ല, അത് ഇനിയും കുറച്ച് വിളവെടുക്കാനുണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഈ കോവൽ അഥവാ സെയിലായി പോയില്ലെന്നുണ്ടെങ്കിൽ അതരിഞ്ഞ് വാട്ടി വെയിലത്തിട്ട് ഉണക്കി ചേച്ചി സൂക്ഷിക്കാറുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്നത് നമുക്ക് ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതല്ലേ.
അപ്പോൾ അങ്ങനെ കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഇതാ അപ്പുറത്തെ സൈഡിലും കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തും പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള വീട്ടമ്മമാരൊക്കെ ഇതേപോലെ കൃഷിക്കകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷം കിട്ടും. അതേപോലെ ചെറിയ ചെറിയ വരുമാനവും നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികൾ ഒക്കെ ചെയ്തായിരുന്നെങ്കിൽ നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അധികം വരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ കുറേ ചീരയും നമ്മുടെ ബ്ലാത്തങ്കര ചീരയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അതുമൊക്കെ കുറേ നിൽപ്പുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഇലക്കറികളൊക്കെ നമുക്ക് എപ്പോഴും അത്യാവശ്യത്തിന് ഓടിച്ചെന്നെടുക്കാമല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മുകളിൽ കുറേ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.